സങ്കല്പത്തിൻ്റെ ശക്തിയാണ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ആധാരമായിരിക്കുന്നത്. അതുകൊണ്ട് ദിവസം ഉണ്ടാവുന്ന കാര്യങ്ങൾ, ചെറുതും വലുതുമായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഓഫീസിലുണ്ടാവുന്ന കുറേ കാര്യം, വീട്ടിലുണ്ടാവുന്ന കുറേ കാര്യം, ബന്ധുക്കളുടെ അടുത്തുണ്ടാവുന്ന കുറേ കാര്യം, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവുമ്പോൾ അന്നന്ന് മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാവുന്നില്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലും ഫയലുകളുടെ എണ്ണം കൂടാൻ തുടങ്ങും, ഭാരം കൂടാൻ തുടങ്ങും. ആ ഭാരം കൂടിയ മനസ്സാണെങ്കിൽ ഒരു കാര്യത്തെ ക്ലിയറായിട്ട് കാണാനോ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയാവും. അതുകൊണ്ട് മനസ്സിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധ സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ട്. 2 ബുദ്ധ സന്യാസിമാർ കൂടി അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കി ആശ്രമത്തിൽ നിന്ന് ദേശാടനത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവരുടെ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളുടെ സംഘത്തിലധികം പോവരുത്, അധികം പബ്ലിക്കുമായിട്ട് സംസാരിക്കാൻ പോകരുത്, എല്ലാ കാര്യങ്ങളെയും കണ്ടും മനസ്സിലാക്കിയും പഠിച്ചും അനുഭവികളായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്രേ സന്യാസിമാരെ ഗുരുജി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ 2 പേരും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പുഴ അവർക്ക് കടക്കണം. ആ പുഴ കടക്കാൻ സമയത്ത് ആ സ്ഥലത്തായിട്ട് ഒരു കുളിക്കടവുണ്ടായിരുന്നു. കുറേ സ്ത്രീകൾ കുളിക്കുന്നുണ്ടായി. അപ്പോൾ അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് വെച്ച് ഒരു സ്ത്രീ ഒഴുക്കിൽ പെട്ട് ഒഴുകിപ്പോയി. 2 പേർക്കും നന്നായിട്ട് നീന്തലറിയാം. അപ്പോൾ ഇതിൽ ഒരു സന്യാസി ചാടി വീണു വെള്ളത്തിലേക്ക് നീന്തിപ്പോയി ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് കരയ്ക്കാക്കി. അത് കഴിഞ്ഞ ശേഷം 2 ആളും നദി കടന്ന് പോവുകയും ചെയ്തു. നദി കടന്ന് കുറച്ച് സമയം പോകുമ്പോൾ മറ്റേ സന്യാസി, കൂടെ ഉണ്ടായിരുന്ന സന്യാസി ചോദിക്കുകയാണ്, നീ എന്ത് പണിയാണ് ചെയ്തത്? നമ്മുടെ ഗുരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ അടുത്ത് ദൂരെ നിൽക്കണമെന്ന്, എന്നിട്ട് നീ പോയിട്ട് ആ സ്ത്രീനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടി പോയില്ലേയും ചോദിച്ചു. അപ്പോൾ ആദ്യം രക്ഷിച്ച സന്യാസി പറയുകയാണ്, ഓ, ആ സ്ത്രീനെ പിടിച്ച് കയറ്റിയ കാര്യമാണോ നീ പറയുന്നത്? ആ വെള്ളത്തിൽ നിന്ന് അവിടം വരെ എത്തിക്കുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അവരെ വഴിക്ക് പോയി. പക്ഷേ ഇപ്പോഴും നീ ആ സ്ത്രീയെ കൂടെ കൊണ്ട് നടക്കുകയാണല്ലോ എന്ന്. സത്യമല്ലേ? ചിന്തിച്ചു നോക്കിയേ. കാര്യങ്ങൾ എന്താണോ കഴിയുന്നത് അത് അവിടെ നമ്മൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ പിന്നാലെ മനസ്സിൽ വരികയുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ കാര്യങ്ങൾ തുടർച്ചയായി കൊണ്ട് നടക്കരുത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എങ്കിൽ അതിനവിടെ പറഞ്ഞു തീർത്തേക്കുക. ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ദേഷ്യം വെച്ചുകൊണ്ട് ഓഫീസിൽ വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും 11 മണിയാകുമ്പോഴത്തേക്കും ഓഫീസിലാകെ ടെൻഷൻ്റെ അന്തരീക്ഷമായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അയാളടുത്ത് ആരൊക്കെ പെരുമാറുന്നോ അവരോടൊക്കെ ഇറിറ്റേറ്റഡായി പെരുമാറാൻ തുടങ്ങും. മൊത്തം അന്തരീക്ഷത്തിന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇറിറ്റേറ്റഡാക്കി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഈ ദേഷ്യവും ആ ദേഷ്യവും കൊണ്ടായിരിക്കും വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നാൽ അതിൻ്റെ ഇരട്ടി മോശം സിറ്റുവേഷൻ ആവും. അതുകൊണ്ട് കാര്യങ്ങൾക്ക് അതാത് സ്ഥലങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് പഠിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തീർത്തിട്ടോ ഏതെങ്കിലും രീതിയിലോ സെറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക. ഇനി അഥവാ മാക്സിമം നീണ്ടുപോയാൽ രാത്രിയിൽ ഉറങ്ങാൻ സമയത്ത് ഇത്തരം മനസ്സിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെയും കൊണ്ട് ഒരിക്കലും ഉറങ്ങരുത്. ആ ഉറക്കം നിങ്ങൾക്ക് ഉറക്കം മതിയാവില്ല, ഫ്രഷ് ആവില്ല. മൈൻഡ് കുറേയും കൂടെ ആഴത്തിൽ ആ ഫീലിങ്സിനെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. അതില്ലാതിരിക്കാൻ വേണ്ടി രാത്രി ഉറങ്ങും മുന്നേ ഈശ്വരൻ്റെ പേരിൽ കത്തെഴുതി മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഇല്ലാണ്ടാക്കുക. ഒരാളെയും തിരഞ്ഞ് കണ്ടുപിടിച്ച് കരയാൻ പോയാലുണ്ടല്ലോ, എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പലരുടെയും അനുഭവത്തിൻ്റെ കേട്ട കഥകളുടെ ആധാരത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ശത്രു ആയേക്കാം. അതുകൊണ്ട് ഇന്ന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞ ശേഷം നാളെ ഇനി അവരത് പറഞ്ഞ് വേറെ ആളോടാവുമോ എന്നുള്ള ഭയം ഇല്ലാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യന്മാർ മനസ്സ് തുറക്കാൻ വിഷമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഏതൊരു കാര്യങ്ങളെയും അത്തരത്തിൽ കേട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എന്നും സപ്പോർട്ട് തരുന്ന ഒരു ഏറ്റവും ഉത്തമ സുഹൃത്ത് നിങ്ങൾക്കുണ്ട്, ഭഗവാൻ. അതുകൊണ്ട് രാത്രി ഉറങ്ങും മുന്നേ ഈശ്വരൻ്റെ പേരിൽ കത്തെഴുതി മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ഭഗവാനോട് പറഞ്ഞ് സന്തോഷങ്ങൾ ഈശ്വരനുമായി പങ്കുവെച്ചുകൊണ്ട് മനസ്സിനെ ക്ലീനാക്കി ക്ലിയറാക്കി മെഡിറ്റേഷൻ ചെയ്ത് ആ ഒരു കാം മൈൻഡിൽ ഉറങ്ങണം. എന്നാൽ നമുക്ക് അന്നന്നത്തെ കാര്യങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാം. നമ്മുടെ വീട് ദിവസവും അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ദേഹത്തിന് ദിവസവും കുളിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഡെയിലി ബ്രഷ് ചെയ്യാറുണ്ട്, ഡെയിലി കുളിക്കാറുണ്ട്, ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട്. ഒപ്പം നമ്മുടെ മനസ്സിനെ കൂടി നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യണം. അതിനുവേണ്ടി ദിവസവും ഞാൻ കുറച്ച് നാളൊക്കെ മെഡിറ്റേഷൻ ചെയ്തു, ഇപ്പോൾ ചെയ്യുന്നില്ല ചിലർത്ഥം കുറച്ച് നാൾ ക്ലീൻ ചെയ്തു, ഇപ്പോൾ ക്ലീനിങ് ഇല്ല എന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല മെഡിറ്റേഷൻ, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ കാമാക്കണം. ഡെയിലി ഈശ്വരൻ്റെ പേരിൽ കത്തെഴുതിക്കൊണ്ട് മനസ്സിലെ ഭാരം ഇല്ലാതാക്കണം. എന്നാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചിന്തിക്കാനും വേണ്ടപ്പോൾ പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി, ആ വിവേകം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.